ഇന്ന് നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ഒരു പുതിയ അധ്യാപിക ചാർജ് എടുത്തിട്ടുണ്ട്, നിർമ്മല ടീച്ചർ. എല്ലാവരും നന്നായി പഠിച്ച് നല്ല കുട്ടികളായിട്ട് വളരുക. ഇനി നമ്മുടെ പ്രിയപ്പെട്ട HM നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളിൽ വെച്ച് വളരെയധികം പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗതിയുടെ പിന്നിൽ മലയാളികളായ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ പഠിച്ച് വലിയ ഉയരങ്ങളിലെത്തുമ്പോൾ ഇവിടുത്തെ അധ്യാപകന്മാർക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാകും. പുതുതായി ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ നിർമ്മല ടീച്ചർക്ക് എല്ലാവിധ സ്വാഗതവും അരുളുന്നു. നിങ്ങളുടെ വിജയത്തിനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാം. പേര് പറയൂ. ആദിഷ്, നിയാസ്, ദിജിൻ, ഇവിടെ ആയിഷ, ഫിദ, ഷഹാന, ഫാത്തിമ. ടീച്ചർ, ഈ ക്ലാസ്സിലേക്കാണോ? ആ. എന്താ വൈകിയത്? ഇന്ന് അസംബ്ലി ഉള്ള ദിവസമല്ലേ? കയറിയിരിക്കെ. എന്താ നിന്റെ പേര്? സോനു. ഇരിക്കെ. ഞാനാണ് നിങ്ങളുടെ പുതിയ ടീച്ചർ. വൈകി വരുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇതാരും ആവർത്തിക്കരുത്. നല്ല അടി കിട്ടും. പിന്നെ പഠിപ്പിക്കുമ്പോൾ ആരും ശബ്ദം ഉണ്ടാക്കരുത്. അതും എനിക്ക് ഇഷ്ടമല്ല. സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. സോനു, നീ എന്താ സോനു ഇവിടെ ഇരിക്കുന്ന? നീ എന്താ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോകത്ത്? എന്ത് പറ്റി? പറ, എന്താണ്? നീ വാ, മാഷ ചോദിക്കട്ടെ. അച്ഛാ, എന്റെ ക്ലാസ്സിൽ പുതിയ ടീച്ചർ വന്നു. അതെയോ? ചായ കുടിക്ക്. മോനിപ്പം കഴിക്കണോ? വേണ്ട അച്ഛാ, പിന്നെ കഴിക്കാം. എപ്പോഴാച്ചെടുത്ത് കഴിച്ചിട്ടോ. പിന്നെ നിങ്ങൾ എല്ലാരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. അന്നന്ന് എടുക്കുന്ന ക്ലാസ് അന്ന് തന്നെ പഠിക്കണം. മനസ്സിലായോ? നീ ഇങ്ങ് കേറി വാ. പല പ്രാവശ്യം ഞാൻ നിനക്ക് താക്കീത് തന്നതാ. പോ പുറത്ത് പോയി നിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പാഠമാണ്. എടുക്കു ബുക്ക് എല്ലാരും. കാലവേളയിൽ അലിഞ്ഞലിഞ്ഞിടുന്ന ഒരു മഞ്ഞു കണമായി മാറിയെന്നമ്മ. പുലർക്കാലവേളയിൽ അലിഞ്ഞലിഞ്ഞിടുന്ന ഒരു മഞ്ഞു കണമായി മാറിയെന്നമ്മ. ഒരു സ്വപ്നം കണ്ടു ഞാൻ മറന്നതാവാം എന്റെ മറവിൽ മാറാല പിടിച്ചതവാ. ഞാൻ പോവാ, എനിക്ക് പോണം. അപ്പൊ നമ്മുടെ മോൻ? എനിക്കെന്റെ ജീവിത വലുത്. അതിങ്ങനെ ഇവിടെ ഇട്ട് ഹോമിക്കാൻ എനിക്ക് വയ്യ. അമ്മ തൻ വാത്സല്യം അറിയും മുൻപേ അകന്നല്ലോ എന്നിൽ കരിനിഴൽ തൂകി. എങ്കിലും കണ്ടു ഞാൻ എന്നും എൻ മുന്നിൽ
ചിറകടിക്കും. ചുറ്റു വീഴുവാനില്ലല്ലോ എന്നിൽ ഒരു തുള്ളി പോലും കണ്ണുനീരായി, ഒരു തുള്ളി പോലും കണ്ണുനീരായി. ടീച്ചർ, സർ, വാട്ട് ഈസ് ദിസ്? അത് സർ, ഇവൻ എന്നും വൈകിയാണ് വരാറ്. അതെനിക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് സർ. അതുകൊണ്ട് ഈ കൈവള്ളി അടിച്ചു പൊട്ടിക്കാൻ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? സാറേ, അവൻ എന്നും ടീച്ചർ അടിക്കാറുണ്ട്. ഓഹോ, കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ് സർ. നോ. പണ്ടുകാലത്ത് ബെഞ്ചിന്റെ മുകളിലും ഡെസ്കിന്റെ പുറത്തുമൊക്കെ കയറ്റി നിർത്തിയുള്ള പഠനരീതി ഉണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അതല്ല ടീച്ചർ. ടീച്ചർ ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിലേതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയുമോ, ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയാണിവൻ. 1-ാം ക്ലാസ് മുതൽ 1-ാമൻ. മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃകയാണിവൻ. ടീച്ചർ ഇവൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ, അപ്പോൾ മനസ്സിലാകും. പിന്നെ ഇവൻ വൈകി വരുന്നത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. ഇരിക്കെ, ദിസ് ഈസ് വെരി ക്രൂവൽ. പിന്നെ ടീച്ചർ, ഒരു കാര്യം കൂടി. സോനുവിൻ്റെ വീട് ഇവിടെ അടുത്താണ്. സമയം കിട്ടുമ്പോൾ ടീച്ചർ അവൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് കാര്യങ്ങൾ അറിയുന്നത് നന്നാവും. ഓക്കെ. മഹാ കഷ്ടാണ് സാറേ ആ സോനുവിന്റെ കാര്യം. എവിടുന്ന് വന്നാ ടീച്ചർ? എന്താ ചെയ്യാ സാറേ, ഞാനൊന്ന് പറയാം. ആ കുട്ടി എങ്ങാനും ഒരു കംപ്ലൈൻറ്റ് കൊടുത്താ ആദ്യം കൊടുക്കുന്നത് നമ്മളാ. പിന്നെ ആകെ പ്രശ്നമായി. നമുക്ക് നാണക്കേട്, സ്കൂളിനോ ചീത്തപ്പേര്. ഓരോരുത്തർ ഓരോന്ന് കിട്ടാൻ കാത്തുക്കുക. വിഷ്ണുവേട്ടാ, ആ എന്തത്ര വൈകിയേ? ഹോട്ടലത്തെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നേരം വൈകി. അല്ല, എന്തൊക്കെയുണ്ട് ഇന്നത്തെ പുതിയ വിശേഷം? അത് പറ. പുതിയ വന്ന ടീച്ചർ ഭയങ്കര സ്ട്രോങ്ങാ. അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഏട്ടൻ തന്നെയല്ലേ എന്റെ ട്യൂഷൻ മാഷ്. അതുകൊണ്ടാണല്ലോ എനിക്ക് എല്ലാത്തിനും ഫസ്റ്റ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നീ വാ. പിന്നെ നിന്റെ ഹോട്ടൽ പണി ഞാൻ നിർത്തും. അത് വേണ്ട ഏട്ടാ, കുറഞ്ഞ സമയല്ലേ. മാത്രല്ല അതൊരു ജോലിയല്ലല്ലോ, ഞാനൊരു സഹായം ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണവും കിട്ടും, പിന്നെ കുറച്ച് പൈസയും കിട്ടും. ഞാൻ കാരണം ആ ഹോട്ടലിൽ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അവരൊരു പാവാ. ഓ ആയിക്കോട്ടെ. അച്ഛാ, ഓ, അച്ഛൻ കഞ്ഞി കുടിച്ചോ? മരുന്ന് വാങ്ങണല്ലേ? നോക്കട്ടെ നോക്കട്ടെ. ആ, അച്ഛൻ്റെ മോനെ. അച്ഛൻ കഴിച്ചോ? ഞാനിപ്പോ ചായ ഉണ്ടാക്കാം.
ഹായ് ടീച്ചർ. ആ മാഷോ? 40 കഴിഞ്ഞ എക്സസൈസ് വേണമെന്നാ, അതിന് കുറവ് വരുത്തുണ്ടല്ലോ. ഓ പ്രായം അറിയൂല്ലല്ലോ. ഓ, അത് അത് നമ്മുടെ സോനു. കാലത്ത് പത്രം കൊടുത്തും പാൽ വിറ്റിട്ടൊക്കെയാണ് അവൻ സ്കൂളിലെത്തുന്നത്. കഷ്ടാവന്റെ കാര്യം. ടീച്ചർ എങ്ങോട്ടാ രാവിലെ? സോനു, ടീച്ചർ നാട്ടിൽ പോവാണ്. ടീച്ചർ ഇനി തിങ്കളാഴ്ച വരുമോ മോനെ? ഉം. എന്നാലേ ഞാൻ പോവാണ്. ശരി കേട്ടാ. ഓക്കെ. ടീച്ചറെ പത്രവും പാലൊക്കെ കൊടുക്കണ്ട്, ഞാനും പോട്ടെ. ശരി സോനു. വെള്ളപ്പൊക്കം ടീച്ചർ ചൊല്ലിത്തരാം. എല്ലാരും ഏറ്റു പാടൂലേ? പാടൂലേ? സോനു വാ വരൂ. ഇനി നമ്മുടെ ക്ലാസ്സിൽ വടിയുമില്ല അടിയുമില്ല. എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. സോനു പോയിരിക്കെ. ജലമേന്തിയോടിക്കിതച്ച മേഘം മലയിൽ തടഞ്ഞു കമിഴ്ന്നു വീണു, കൊടുമുടിക്കടിയിലേക്കുരുളും കുടത്തിന്റെ ചടപട. ടീച്ചറെ, ഇതാണ് സോനുവിന്റെ വീട്. ഇത് സോനുവിന്റെ അച്ഛൻ. സോനുവിന്റെ ടീച്ചറാ. നമസ്കാരം. നമസ്കാരം മോനെ. ടീച്ചർ കേറിയിരിക്കി, എനിക്ക് വയ്യ. അങ്ങോട്ട് ഇരിക്കി ടീച്ചറെ. ടീച്ചറോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. വഴിയിൽ വെച്ച് കണ്ടാൽ കല്ലെടുത്തെറിയുമായിരുന്നു. ഏതായാലും ടീച്ചറെ പരിചയപ്പെട്ടത് നന്നായി. ആ തെറ്റിദ്ധാരണ മാറിയല്ലോ. അത്രയ്ക്ക് ഇഷ്ടാ എനിക്കെൻ്റെ സോനുവിനെ. സോനുവിൻ്റെ അച്ഛാ, ഞാൻ പോവാ. ശരി മോനെ. ടീച്ചറെ പോട്ടെട്ടോ. ആ ടീച്ചറോ? അച്ഛാ വിഷ്ണുവേട്ടൻ പോയോ? പോയി മോനെ. ടീച്ചറെ ഞാൻ കുറച്ച് കഞ്ഞി വെക്കേനി. ടീച്ചർ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. വേണ്ട മോനെ, ഇപ്പൊ ചായ എടുക്കണ്ട. ചായ കുടിക്കാൻ പിന്നീട് വരാം. ടീച്ചർ ഇപ്പൊ വന്നതേ നിങ്ങളെയൊക്കെ ഒന്ന് കാണാനാ. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു വാഹനം വന്നിട്ടിച്ചതാ. പിന്നെ ഇതാ 2 കൊല്ലായി ഇങ്ങനെയാ. വളരെ ബുദ്ധിമുട്ടിയ എന്റെ മോൻ എന്നെ നോക്കുന്നത്. എന്റെ മോൻ രാവിലെ പത്രവും പാലും ഒക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. പാത്രം കഴുകി മേശ തുടച്ചു. കിട്ടുന്ന വരുമാനാ എന്റെ മരുന്നും ഞങ്ങളെ ഭക്ഷണമൊക്കെ. അച്ഛാ, അപ്പോ സോനുവിന്റെ അമ്മ? എനിക്ക് ഗതി വന്നതിന് ശേഷം 1 വർഷമേ അവൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അവളൊരു കടയിൽ ജോലിക്ക് പോയി തുടങ്ങി. പിന്നീട് അവൾ ഞങ്ങളിൽ നിന്ന് അകന്നു. ടീച്ചറെ, ഇപ്പം ഞങ്ങൾ അച്ഛനും മോനും അല്ല, ഇവനാണ് എൻ്റെ അച്ഛൻ. ഇവനല്ലേ എന്നെ നോക്കുന്നത്. ടീച്ചറെ ഞാൻ എന്നും എൻ്റെ അമ്മേനെ ഓർക്കാറുണ്ട്. എന്നെ കളിപ്പിച്ചതും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതും എനിക്ക് ഭക്ഷണം വാരി തന്നതും ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോ ഞങ്ങൾ അനുഭവിച്ചൊരു വേദന ഉണ്ട്. എന്തായാലും ഞങ്ങളെ കൊന്നില്ലല്ലോ. ഇന്ന് അമ്മമാര് മക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലല്ലേ. അതു ഭാഗ്യം ഇല്ലേ അച്ഛാ? ഞാൻ വന്നത് വല്ലാതെ വിഷമായില്ലേ? ഇല്ല ടീച്ചറെ, സന്തോഷമുള്ളൂ. പിന്നെ ഞാനിവനെ അടിക്കാറുണ്ടായിരുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. മാപ്പ്. അയ്യോ, മാപ്പ് പറയില്ല ടീച്ചറെ. കുട്ടികളെ അടിച്ച് തന്നെ പഠിപ്പിക്കണം. മോൻ എന്ത് സഹായത്തിനും ഇനി ടീച്ചർ ഉണ്ടാവും. ഉം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ടീച്ചറെ. ഉം. പിന്നെ ടീച്ചറെ, എന്താ മോനെ? ഞാൻ പഠിച്ച് മിടുക്കനാവും, ജോലി നേടും, ഉറപ്പാ. ഉം. എന്നിട്ട് ഞാൻ എന്റെ അച്ഛന്റെ അസുഖം മാറ്റും, ഉറപ്പാ. അച്ഛൻ സങ്കടപ്പെടണ്ട. അച്ഛനാണ് എന്റെ എല്ലാം. എനിക്ക് അച്ഛനും ഞാനും. അത് മതി അച്ഛാ.